ഇനി ഞങ്ങൾക്ക് ഇതിൽ ഭരണപരമായ ചില കാര്യങ്ങളോട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് പൂർത്തിയായാൽ 2000 പേർക്കും കൊടുക്കാനുള്ള പണമുണ്ട്. ഇപ്പോൾ ആ നടപടികൾ പൂർത്തിയായാൽ ഇപ്പോൾ ഇവരെല്ലാം പെർമിറ്റ് എടുക്കണം. അത് അവരുടെ ഇപ്പോൾ 15 പേര് വരെ പെർമിറ്റ് എടുത്തിട്ടുണ്ട്. അവർക്കാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്, അർഹരാണെന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തത്. എത്രയും പെട്ടെന്ന് തന്നെ പെർമിറ്റ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എഗ്രിമെന്റ് വയ്ക്കുകയാണ്. അതിനുമുമ്പ് ഭരണപരമായ ഒരു അംഗീകാരം വാങ്ങേണ്ടതായിട്ടുണ്ട്. അടുത്ത ദിവസം നടത്തുന്ന മീറ്റിങ്ങുകളിൽ ഞങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് എഗ്രിമെന്റ് വയ്ക്കുന്നതോടുകൂടി ആദ്യ ഘട്ടം കൊടുക്കാൻ പറ്റും. ഈ 2000 പേർക്കും ഒരുമിച്ച് തന്നെ കൊടുക്കാനുള്ള ക്യാഷ് തയ്യാറാണ്, അതിന് ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഒരുമിച്ച് തന്നെ കൊടുക്കാൻ സാധിക്കുമെന്നും അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ മറ്റൊരു തടസ്സമില്ലാതെ നിർവഹിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ ചിന്ത. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 2 മാസം ഉണ്ടല്ലോ, ഈ 2 മാസം കൊണ്ട് ആദ്യഘട്ട പണി പൂർത്തിയാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ 2 മാസം ഡിലേ ആവും. എത്രയും പെട്ടെന്ന് തന്നെ നടപ്പിലാക്കി എടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതായത് ഇവരെല്ലാവരും തന്നെ സ്ഥലം ലഭിച്ചവരാണ്. ഇവരുടെ ലിസ്റ്റ് കോർപ്പറേഷൻ ഓഫീസിലുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ഗുണഭോക്താക്കളാക്കി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള ഞങ്ങൾ PMBOE പദ്ധതി പ്രഖ്യാപിച്ചല്ലോ, അതുമായി ബന്ധപ്പെട്ട് കൊടുത്തൊരു സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ ഭരണപരമായിട്ടുള്ള ചില അംഗീകാരങ്ങളോട് ലഭിക്കുന്നതോടുകൂടി എഗ്രിമെന്റ് വയ്ക്കാൻ പറ്റുന്ന സമയത്ത് അവർക്ക് ഈ സർട്ടിഫിക്കറ്റ് വന്നാൽ മതി. അവരൊക്കെ ലിസ്റ്റിലുള്ളവരാണ്, എഗ്രിമെന്റ് വയ്ക്കാൻ സാധിക്കും. ഞങ്ങൾ രാഷ്ട്രീയമായി പരമാവധി ഇടപെടലുകൾ കിട്ടുന്ന വേദികളിലും മന്ത്രിമാരെ കാണുമ്പോഴൊക്കെ തന്നെ രേഖാമൂലം അല്ലാതെ ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ഞങ്ങളൊക്കെ തന്നെ ഈ നിൽക്കുന്ന കോർപ്പറേഷനിലെ 50 കൗൺസിലർമാരും ബഹുമാനപ്പെട്ട കേന്ദ്ര നഗരവികസന വകുപ്പ് മന്ത്രി ശ്രീ മനോഹർലാൽ ഖട്ടാർജിയുമായിട്ട് 2 മണിക്കൂർ ഞങ്ങൾ ഡൽഹിയിലുണ്ടായിരുന്നു. ആ സമയം ഞങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിനോട് ഇക്കാര്യം ചെയ്യണമെന്ന് കേന്ദ്രത്തിന് ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പലതവണയും സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു, സാധിച്ചില്ല. ഇനി നിങ്ങൾ പോയി നിങ്ങളുടെ രീതിയിൽ ശ്രമിച്ചു നോക്കൂ. ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ കേന്ദ്രം പ്രഖ്യാപിച്ച ഒരു പദ്ധതിയിൽ ഒപ്പിടാൻ വേണ്ടി ഞങ്ങൾ തയ്യാറല്ലെന്ന് പിടിവാശി നടത്തുന്നതിലൂടെ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാർക്കാണ് വീട് വയ്ക്കുവാനുള്ള അവകാശവും അവസരവും നിഷേധിക്കപ്പെടുന്നത്. പലരും മരണപ്പെട്ടു പോയി. ഇപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ എത്ര പാവപ്പെട്ട ആൾക്കാരാണ് കൈ ഉയർത്തിയത്. ഇവരൊക്കെ തന്നെ 2, 3, 4 തവണ കഴിഞ്ഞ 2 മാസത്തിനുൾപ്പെടെ മേയറുടെ ചേംബറിലേക്ക് കടന്നു വന്നവരാണ്. അപ്പോൾ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഇതിനുള്ള വിഹിതം മാറ്റിവെച്ചിട്ടുണ്ട്, പണമുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ഇതിനുള്ള വിഹിതം മാറ്റിവെച്ചിട്ടുണ്ട്, അവിടെയും പൈസ ഉണ്ട്. കോർപ്പറേഷൻ അക്കൗണ്ടിൽ നോക്കുമ്പോഴേക്ക് ഇതിനുള്ള വിഹിതം മാറ്റിവെച്ചിട്ടുണ്ട്. മാത്രമല്ല ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന എല്ലാ ബഡ്ജറ്റിലും ഭവന പദ്ധതിക്ക് ഇത്ര ശതമാനം പൈസ മാറ്റിവെക്കണമെന്നുള്ളത് മാൻഡേറ്ററി ആണ്. ഞങ്ങളത് മാറ്റിവെച്ചിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ പൈസ ലാപ്സായി പോവും. ആ ജനങ്ങൾ എന്താ ചെയ്യുന്നത്? കടവരാന്തയിൽ ഉറങ്ങും. അവരുടെ മക്കളെ തെരുവ് നായ്ക്കൾ കടിക്കുകയും മറ്റ് ആക്രമണങ്ങൾ നേരിടുകയും ചെയ്യും. അപ്പം ഞങ്ങളൊക്കെ തന്നെ ഈ നഗരത്തിന് ഭരണത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ, ഞങ്ങൾ രാത്രികാലങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ കുട്ടികളെ പോലുള്ള ഞങ്ങളുടെ മാതാപിതാക്കളെ പോലുള്ള ആൾക്കാർ അവർക്ക് അർഹതപ്പെട്ട പണം ഗവൺമെന്റിന്റെ ഉണ്ടായിട്ടും അവർ കടവരാന്തയിൽ ഉറങ്ങുമ്പോഴേക്കും ഞങ്ങൾക്ക് അതിന്റെ വേദനയുണ്ട്. തീർച്ചയായും ഞങ്ങൾ അതിന്റെ നടപടികൾ സ്വീകരിക്കും.